നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കി പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യന്റെ കുഞ്ഞുടക്കുന്ന മുദ്രകളെയാകും നിന്റെ മക്കളുടെ മേശിരിച്ചും മകൾ പോലെയുമായിരിക്കും. ഇപ്രകാരം അനുഗ്രഹീതനാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് ചെയ്യുവാനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ പ്രമാണിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നിൽക്കുന്ന സഭയെ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാമം സൃഷ്ടാവുമാകുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഭവിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് നമുക്ക് ദൈവമായിരിക്കട്ടെ. ജീവദായ
എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്കെതിരേക്ക് അധ്യായം 5 20 മുതൽ 31 വരെ വാക്യം ഒരു വാശി. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കും. ഭാര്യയായിട്ട് ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി.
അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളക്കൊരു വിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരത്തിന് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീട് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിലെ ഈ അക്ഷരം ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ജീസസ് ഹാസ് ബ്ലെസ്ഡ്. അതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലെസ്സിംഗ്. നമുക്കറിയാം, എല്ലാം ദൈവാനുഗ്രഹമാണ് ജീവിതത്തിൻ്റെ ജന്മത്തിൽ. വിവാഹ ശുശ്രൂഷയിൽ മണവാട്ടി എലിസബത്ത് ആൻഡ് ലാസർ ദൈവകൃപയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ അഭയം തേടുകയും 2000 മനുഷ്യർ ഒന്നായിത്തീരുന്ന മഹത്തായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുസാധ്യമായി തീരുന്ന സഭ പഠിപ്പിക്കുന്ന എല്ലാ കൂടാശകളും പോലെ തന്നെ വിവാഹവും ഒരു കൂടാശകളുടെ പ്രധാനപ്പെട്ട കാർമ്മികൻ തന്നെ ദൈവത്തിൻ്റെ വരാനാണ്. നമ്മുടെ ദൃശ്യമായ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ സ്വർഗസ്ഥനായ പിതാവാണ് ഇവരുടെ വിവാഹം നടത്തുന്നതും ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വിവാഹം സഭയുടെ സാക്രമെന്റിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആയി കാണുകയും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി മണവാട്ടിക്ക് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സന്ദർഭം. ശിഷ്യന്മാർ അവരെ നല്ലത് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ തന്നെ ദൈവകൃപ ലഭിച്ചവർക്ക് ഇത് സാധ്യമാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് സാധ്യതയില്ലാതാണ് സാധ്യത. ഇത് നമുക്കറിയാം. ലോകമെമ്പാടും പ്രത്യേക യൂറോപ്പിൽ, അമേരിക്കൻ രാജ്യത്തിൽ വെറും വിവാഹ ജീവിതം ഒരു ഗ്രാമസ്ഥായി മാത്രമാണ്. ടെലിവിഷൻ സ്ക്രീനിലും റേഡിയോയിലും അതുപോലെ മാധ്യമങ്ങളിലും ഉള്ള ഒരു ഗ്രാമസ്ഥായി ശൈലി ഒരുപാട് പേരെ അമർന്നു പോയി. ഇവർക്കെല്ലാവർക്കും വിവാഹ ജീവിതത്തിൻ്റെ സക്സസിന്റെ ബലഹീനായ ഞങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യകാലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നടത്തി സഭയിൽ സമൂഹത്തിൽ വലിയ സേവനം അനുഷ്ഠിക്കുന്നതായ മെത്രാപ്പൊലീത്തയാണ്. വധുവിൻ്റെ കുടുംബക്കാരുടെ പ്രത്യേക അക്ഷരമനുസരിച്ചാണ് അദ്ദേഹം ഈ വിവാഹ കൂദാശി സംബന്ധിച്ചിട്ട് അദ്ദേഹത്തോട് ആ പ്രത്യേക നന്ദിയും സ്നേഹവും ആദരവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത കൊടുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഞങ്ങളുടെ കർത്താവായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭത്തിൽ കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഗ്രഹിക്കണം. അങ്ങയുടെ ശാന്തി സമാധാനം അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തുവാനും അങ്ങയുടെ സ്നേഹത്തിനെതിരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചിത്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണം. പ്രിയ ഭാര്യ